തിരുവനന്തപുരത്ത് വൻ തീപിടുത്തമുണ്ടായിരിക്കുകയാണ്. നഗരമധ്യത്തിലെ PMGയിലെ TVS സ്കൂട്ടർ ഷോറൂമിലാണ് ഈ തീപിടുത്തമുണ്ടായത്. പുലർച്ചെ 4 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. കെട്ടിടത്തിന്റെ പുറകിൽ നിന്ന് വലിയ ശബ്ദവും തീ പടരുകയുമായിരുന്നുവെന്ന് സുരക്ഷാ ജീവനക്കാരൻ പറയുന്നു. വലിയ ശബ്ദം ഉണ്ടായിരുന്നു, പൊട്ടിത്തെറിയായിരുന്നു. കൊടുക്കാൻ പിന്നെ ആടി കത്തുന്ന പിന്നെ ഇത് മിന്നൽ കേട്ട് തീയുടെ അത് കേട്ടാണ്. പിന്നെ എനിക്ക് മൊബൈൽ എടുക്കണ പിന്നെ ചാവി എടുത്ത് കയറ്റ് തുറക്കാനാവത്തില്ലായിരുന്നു. ഞാൻ കയറ്റ് കയറി ചാടിയാണ് പള്ളിയിലത്തെ സെക്യൂരിറ്റീൻ്റെ പിന്നെ പൂട്ടിയിട്ടിരുന്ന കയറ്റിലിട്ട് തട്ടിയത്. ആ സെക്യൂരിറ്റി സൗണ്ട് കേട്ടാണ് വന്ന് പിന്നെ ഇതിൻ്റെ മുതലാളിയെ വിളിച്ചത്, ഓണറെ വിളിച്ച് പറഞ്ഞത്. ഫയർഫോഴ്സിന് മുൻ സൈഡിലായിരുന്നു, വണ്ടിയുടെ പിന്നെ ഇടയ്ക്കായിരുന്നു ഞാൻ ഇരുന്നത്. അപ്പോഴും എൻ്റെ മൊബൈല് ഒന്നും എടുക്കാവത്തില്ലായിരുന്നു, ചാവിയാവുന്നു. ഇവിടുത്തെ ഉണ്ടായ ശേഷം ഫയർഫോഴ്സ് എത്തിയാണോ വണ്ടിയൊക്കെ ഇങ്ങോട്ട് മാറ്റിയത്? എത്തിയാണ്, ഫയർഫോഴ്സ് എത്തിയാണ്. അവരെല്ലാം കൂടി നിന്നാണ് ഈ വണ്ടികളെല്ലാം ഇങ്ങോട്ട് മാറ്റിയത്. ഒന്നാം നിലയിലാണോ തീപിടുത്തം ഉണ്ടായെന്ന് മനസ്സിലാക്കുന്നത്? കാരണം അവിടെ ഇപ്പോഴും ഏറ്റവും മേളത്തെ നിലയിൽ നിന്ന് പിന്നെ ബാക്ക് സൈഡിൽ നിന്നായിരുന്നു തീപിടുത്തം, പൊട്ടിത്തെറി. കൂടുതൽ വിവരങ്ങളുമായി രാഹുൽ ജി നാഥ് ചേരുന്നുണ്ട്. രാഹുൽ, വലിയൊരു തീപിടുത്തമാണ് ഉണ്ടായത്. എന്താണ് സംഭവിച്ചത്? എപ്പോഴാണ് ഈ തീപിടുത്തം ഉണ്ടായത്? കാര്യങ്ങൾക്ക് കൂടുതൽ വ്യക്തത ഉണ്ടാക്കുകയാണ്. അത് പുലർച്ചെ 4 മണിക്കാണ് സെക്യൂരിറ്റി ജീവനക്കാരൻ ഇത്തരത്തിൽ ഈ കാണുന്ന ഭാഗത്ത് ഈ ഗേറ്റിന്റെ ഉള്ളിൽ താഴെ സെക്യൂരിറ്റി ജീവനക്കാരൻ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് പൊട്ടിത്തെറിയും പിന്നീട് തീനാളങ്ങൾ ഉയരുന്നതുമായി ശ്രദ്ധയിൽപ്പെട്ടത്. ആ ഘട്ടത്തിൽ തന്നെ ഗേറ്റ് തുറക്കാൻ പോലും നിൽക്കാതെ അതിനുള്ള സാവകാശം പോലും മനുഷ്യന് ലഭിച്ചില്ല. ഈ ഗേറ്റ് ചാടിക്കടന്നുകൊണ്ട് തൊട്ട് എതിർവശത്തുള്ള ലൂർദ് പള്ളി, PMG ലൂർദ് പള്ളിയിലുള്ള സെക്യൂരിറ്റി ജീവനക്കാരനെ വിവരം അറിയിക്കുന്നത്. അങ്ങനെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് അഗ്നിരക്ഷാസേന വിവരം അറിയിച്ചിട്ടുള്ളത്. 4:30 അഗ്നിരക്ഷാസേനയുടെ യൂണിറ്റ് എത്തുന്നു. ഒരു യൂണിറ്റ് എത്തുമ്പോഴും ഈ പറയുന്ന തീ വളരെ വ്യാപകമായതുകൊണ്ട് മറ്റ് യൂണിറ്റുകളെ വിളിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു എന്ന് മനസ്സിലാക്കിയാണ് മറ്റ് യൂണിറ്റുകളെ വിളിക്കുന്നത്. എന്തായാലും 4:30 ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടാകുമ്പോൾ ഇപ്പോഴത്തെ ഫയർ ഓഫീസർ നമ്മൾ പ്രതികരിക്കുമ്പോൾ പറഞ്ഞത് 1-ാം നിലയിലാണ്, അതായത് ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ 1-ാം നിലയിലാണ് തീപിടുത്തം ഉണ്ടായത്. തീപിടുത്തം ഉണ്ടായി 1-ാം നിലയിൽ തീപിടുത്തം ഉണ്ടായി മുകളിലേക്ക് പടരുകയായിരുന്നു. പക്ഷെ പൊട്ടിത്തെറി ഉണ്ടായത് മുകളിൽ വെച്ചാണ്. കാരണം ഇന്ധനം സൂക്ഷിച്ചിരുന്നു എന്നുള്ള സംശയം, അതായത് ഇന്ധനമോ എഞ്ചിനോ പോലുള്ള സാധനങ്ങൾ മുകളിൽ സൂക്ഷിച്ചിരുന്നു. അതാണ് ഈ പൊട്ടിത്തെറി ഉണ്ടാകാനുള്ള കാരണമായി ഈ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ മുകളിലെ തീ പടർന്നത് വലിയ വ്യാപകമായി പടർന്നതാണ് ഏറ്റവും വലിയ പ്രശ്നമായി മാറിയതെങ്കിലും ഈ പറഞ്ഞതുപോലെ ഈ ശ്രമകരമായൊരു ദൗത്യം തന്നെ ആയിരുന്നു ഇവർക്ക് ഇതിനുള്ളിലേക്ക് പ്രവേശിക്കാൻ. എത്രത്തോളം വാഹനങ്ങൾ കത്തി നശിച്ചിട്ടുണ്ട്, എത്ര നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിലൊക്കെ വിവരം ലഭിച്ചിട്ടുണ്ടോ രാഹുൽ? ജയലക്ഷ്മി, അതായത് ഇവിടെ പ്രവേശിക്കുമ്പോൾ ഈ കാണുന്ന ഈ മുറ്റത്ത്, അതായത് ഈ ഷോറൂമിന്റെ ഏറ്റവും പുറത്തു വശത്ത് 50-ലധികം വാഹനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ ആദ്യം ഈ 50 വാഹനങ്ങൾ പള്ളി അങ്കണത്തിലേക്ക് മാറ്റിവെച്ചു. ആ ദൃശ്യങ്ങൾ നമ്മൾ കാണിച്ചു. അതിലൊരു വാഹനം ഭാഗികമായി കത്തിനശിച്ച വാഹനവും ഉണ്ട് എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, മുമ്പ് കൊടുത്ത ദൃശ്യങ്ങൾ കാണാം. എന്തായാലും ആദ്യം വാഹനങ്ങൾ മാറ്റി, അതായത് ഈ പരിമിതമായ സ്ഥലത്ത് അത്രമാത്രം വാഹനങ്ങൾ, അത്രമാത്രം സാധനങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് പ്രവേശിക്കുക ശ്രമകരമായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് നേരെ ഒരു വാഹനം കാണാം. ആ ദൃശ്യങ്ങൾ വ്യക്തമാണെങ്കിൽ നേരെ ഒരു വാഹനം കാണാം. അത് പൂർണ്ണമായി കത്തി നശിച്ചു. അതായത് നമ്മൾ ഈ ഷോറൂമിലേക്ക് പ്രവേശിച്ച് ഇവരോട് കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഘട്ടത്തിൽ ഈ പുറത്ത്, അതായത് ഈ വാഹനത്തിന്റെ മോഡൽ കാണിക്കാൻ വെച്ചിരിക്കുന്ന ഒരു വാഹനം അത് പൂർണ്ണമായി കത്തി നശിച്ച രീതിയിൽ നമുക്ക് ഇപ്പോൾ എന്തായാലും കാണാം. പേപ്പർ കഷ്ണങ്ങൾ, ഫയലുകൾ കത്തി നശിച്ചിട്ടുണ്ട്. ദൃശ്യങ്ങൾ വ്യക്തമായി കാണാം. അപ്പോഴും ഞാൻ പറയുന്നത് ഈ ഷോറൂമിന് തൊട്ടു പുറത്തുള്ള 50-ലധികം വാഹനങ്ങളാണ് അഗ്നിരക്ഷാ സേനയുടെ ആദ്യം എത്തിയ യൂണിറ്റ് പള്ളി അങ്കണത്തിലേക്ക് മാറ്റിയത്. കാരണം അങ്ങനെ മാറ്റിയാൽ മാത്രമേ ഇവർക്ക് ഇതിനുള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയുമായിരുന്നു. കാരണം ഈ ചില്ല് തകർത്തുകൊണ്ടായിരുന്നു ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. ഉള്ളിലുള്ള കസേരകൾ, ചിപ്പോകളെല്ലാം കത്തി നശിച്ചിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. മേൽക്കൂര പൂർണ്ണമായി കത്തി നശിച്ചു. അതായത് ഈ പുറത്തേക്ക് നോക്കിയാൽ ഈ കാണുന്ന പരിമിതമായ സ്ഥലത്ത് 50-ലധികം വാഹനങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അഗ്നിരക്ഷാസേന എത്തിക്കഴിഞ്ഞാലും അവർക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കുക ശ്രമകരമായിരുന്നു. അത് മുഴുവൻ മാറ്റിയ ശേഷമാണ് ഈ ചില്ല് തകർത്തുകൊണ്ട് ഇവർ ഉള്ളിലേക്ക് കയറിയത്. ഈ തകർത്ത ചില്ലുകൾ കാണാം. ഈ ചില്ലുകൾ തകർത്തുകൊണ്ടാണ് അവർ ഉള്ളിലേക്ക് കയറിയത്. ഈ വഴി രാഹുൽ തുടരുക. ഇപ്പോൾ ഈ ഒരു തീപിടുത്തം ഉണ്ടായ ഒരു സാഹചര്യത്തിൽ ഈ കെട്ടിടത്തിന്റെ മുകളിൽ ഇന്ധനം സൂക്ഷിച്ചിരുന്നുവെന്നും ഇത് പൊട്ടിത്തെറിക്ക് കാരണമായി എന്നുമാണ് ജില്ലാ ഫയർ ഓഫീസർ പറയുന്നത്. നമുക്ക് ആ പ്രതികരണം ഒന്ന് കേട്ടുവരാം. സ്മോൾഡറിംഗ് സ്റ്റേജിലുള്ള കുറച്ച് പുകയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീണ്ടും ഒരു ഫയർ ഉണ്ടാകാതിരിക്കാനുള്ള ഉറപ്പുവരുത്തുന്ന ഒരു ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ കോസ് ഓഫ് ഫയർ എന്തെന്നുള്ളത് ഈ ഘട്ടത്തിൽ പറയാൻ പറ്റില്ല. കാരണം മുകളിൽ കുറച്ച് ഫ്യൂവലൊക്കെ ശേഖരിച്ച് വെച്ചിട്ടുള്ളതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആദ്യം താഴെ ഫയർ ഉണ്ടായതിനു ശേഷം മുകളിലാണ് വലിയ സ്ഫോടനത്തോടുള്ള ഒരു ഫയർ ശ്രദ്ധിക്കപ്പെട്ടത്. അപ്പം അത് ഫ്യൂവലിന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ്. പിന്നെ അത് ഷോർട്ട് സർക്യൂട്ടാണോ വേറെ ഏതെങ്കിലും രീതിയിലാണോ വേറെ എന്തെങ്കിലും മാർഗത്തിലാണോ ഈ ഫയർ ഉണ്ടായതെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല. പിന്നെ ഫോഴ്സിബിൾ എൻട്രി ചെയ്താണ് നമ്മൾ അകത്ത് കയറിയതാണ്. അപ്പം വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള വളരെ കുറച്ച് സ്പേസിന് മാക്സിമം അവർ യൂട്ടിലൈസ് ചെയ്തിരുന്നു. അതുകൊണ്ട് റെസ്ക്യൂ ഓപ്പറേഷൻ വളരെ ശ്രമകരമായിരുന്നു. അപകടം പറ്റാനുള്ള സാധ്യതകളുണ്ടായിരുന്നു.